മാമി തിരോധാന കേസിൽ അന്വേഷണം ആരംഭിച്ച ക്രൈംബ്രാഞ്ച്. കോഴിക്കോട് നടക്കാവ് പോലീസും പ്രത്യേക അന്വേഷണ സംഘവും അന്വേഷിച്ച കേസിൽ 1 വർഷം കഴിഞ്ഞിട്ടും പുരോഗതിയില്ലാത്തതിനെ തുടർന്നാണ് കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തത്. ഇന്നു മുതൽ സമഗ്രമായ അന്വേഷണത്തിലേക്ക് കടക്കുന്ന ക്രൈംബ്രാഞ്ച് ആദ്യം മാമിയുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴി രേഖപ്പെടുത്തും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 21-നാണ് മാമി എന്ന മുഹമ്മദ് ആട്ടൂരിനെ കാണാതായത്. ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസിൽ തൃപ്തരല്ലെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. മാമി തിരോധന കേസിൽ ADGP MR അജിത് കുമാർ ഇടപെട്ടെന്ന PV അൻവർ MLA-യുടെ ആരോപണത്തിന് പിന്നാലെ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ടു. ഹൈക്കോടതിയിൽ ഹർജിയും നൽകി. ഇതിനിടെയാണ് കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ച് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിട്ടത്. തുടർന്ന് കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് മേഖലാ ഓഫീസിൽ യോഗവും ചേർന്നു. നേരത്തെ കേസ് അന്വേഷിച്ച മലപ്പുറം ജില്ലാ പോലീസ് മേധാവി തയ്യാറാക്കിയ കേസ് ഡയറിയും ക്രൈംബ്രാഞ്ചിന് കൈമാറി. കേസ് ഏറ്റെടുക്കുന്നതിന് മുൻപേ അന്വേഷണ ചുമതലയുള്ള ക്രൈംബ്രാഞ്ച് DYSP U പ്രേമൻ മാമിയുടെ മകൾ അദീബയുമായും മാമി തിരോധാന ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളുമായും കൂടിക്കാഴ്ചയും നടത്തി. കൂടിക്കാഴ്ചയിൽ ലോക്കൽ പോലീസിന് അന്വേഷണത്തിൽ വീഴ്ച പറ്റിയതായും അന്വേഷണം ശരിയായ ദിശയിലല്ല പോയതെന്നും പറഞ്ഞതായി അദീബ പറഞ്ഞിരുന്നു. ഇന്നു മുതൽ വിശദമായ അന്വേഷണത്തിനായിരിക്കും ക്രൈംബ്രാഞ്ച് സംഘം നേതൃത്വം നൽകുക. ആദ്യം ലോക്കൽ പോലീസ് കണ്ടെത്തിയ കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാമിയുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴി രേഖപ്പെടുത്തും. വളരെ ഗൗരവത്തോടെയാണ് കേസിനെ സമീപിക്കുന്നതെന്നും എത്രയും പെട്ടെന്ന് കേസ് അവസാനിപ്പിക്കാൻ ശ്രമിക്കുമെന്നും ക്രൈംബ്രാഞ്ച് റേഞ്ച് IG P പ്രകാശൻ പറഞ്ഞിരുന്നു. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് DYSP U പ്രേമനൊപ്പം കോഴിക്കോട് വയനാട് ക്രൈംബ്രാഞ്ച് യൂണിറ്റുകളിലെ ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടർമാരായ ഷാരോൺ CS, രതീഷ് കുമാർ R, അഭിലാഷ് P, സിബി തോമസ് എന്നിവരും കോഴിക്കോട് ക്രൈംബ്രാഞ്ച് SP യും സംഘത്തിലുണ്ട്. ജനം, കോഴിക്കോട്.